പൊന്നാനി എന്ന് വിളിക്കുന്ന നാസർ സാഹിബ്, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അള്ളാന്റെ ഹബീബ് നമ്മളോട് പറഞ്ഞിരിക്കണ എന്താ അറിയോ? ചെരുപ്പിന്റെ വാറ് പൊട്ടിയാൽ പോലും അള്ളഹാനോട് പറയാനാ പറഞ്ഞിരിക്കണത്. അല്ലേ? ആണോ? വകാല റബ്ബുക്കും ഉദോനി അസ്തജിബിലക്കും. വകാല റബ്ബുക്കും അല്ല പറഞ്ഞിരിക്കുന്നു ഉദോനി നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ചോളി അസ്തജിബ്. പരിശുദ്ധ ഖുർആൻ. അത് നിങ്ങൾ തള്ളുണ്ടോ? തള്ളുണ്ടോ? തള്ളാൻ പറ്റില്ലെങ്കിൽ അത് സ്വീകരിക്കുന്നുണ്ടോ? പിന്നെ എന്തിനാ അല്ല സ്വീകരിക്കുന്നുണ്ടെങ്കിൽ എന്തിനാണ് അല്ല നിങ്ങളെ അടുത്ത് പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചോളി, ഞാൻ ഉത്തരം തരാന്ന്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ മൻസൂർ മണ്ണാർക്കാട്. ട്രൂത്ത് ആൻഡ് മിത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എനിക്കൊരാൾ വിളിച്ചിട്ട് ചില കാര്യങ്ങൾ ചോദിച്ചു. അദ്ദേഹം ചോദിച്ച ഒന്നാമത്തെ കാര്യം, മാല മൗലൂദുകളിൽ പറയുന്ന കാര്യങ്ങൾ അത് നിങ്ങൾ നിഷേധിക്കുന്നുണ്ടല്ലോ, അതിൻ്റെ കാരണം എന്താണ് എന്നുള്ളതാണ്. ഫോൺ സംഭാഷണത്തിലേക്ക്. അതോടൊപ്പം അദ്ദേഹം സംസാരിച്ച കൂട്ടത്തിൽ സൂറത്ത് മാഇദയിലെ 58-ാമത്തെ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഈ ആയത്ത് അടിസ്ഥാനമാക്കിയിട്ട് നമുക്ക് മറ്റുള്ളവരെ അല്ലാത്തവരെ വിളിച്ചു തേടാമല്ലോ എന്നുള്ള ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അവിടെ വെച്ചുകൊണ്ട് അതിന് മുൻപുള്ള ഒരായത്തിൽ ആരെ അള്ളാഹു ഔലിയാ ആക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് വിശദീകരിച്ചുകൊണ്ട് പറയേണ്ടി വന്നു. അപ്പോൾ അതിൻ്റെ തെളിവ് അദ്ദേഹത്തിന് ഈ വീഡിയോയിലൂടെ കാണിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇന്നമാ വലിയക്കുമുല്ലാഹു എന്ന് തുടങ്ങുന്ന സൂറ മാഇദയിലെ ആയത്തുദ്ധരിച്ചുകൊണ്ട് അതിൽ വലിയ എന്നുള്ള ആ ഒരു വാക്ക് ഇവരിന്ന് വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഔലിയാ അല്ലെങ്കിൽ ശുഹദാക്കൾ, അമ്പിയാക്കൾ എന്നുള്ള പരിധിയിലേക്ക് കൊണ്ടുവരാനാണ് അവർ ശ്രമിക്കുന്നത്. എന്നാൽ പരിശുദ്ധ ഖുർആനിലൂടെ സൂറത്ത് മാഇദയിൽ തന്നെ 54-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു പറയുന്നുണ്ട് ഇന്ന ആളുകളെ വലിയ ആക്കരുത് എന്നുള്ളത്. അവിടെ പറയുന്നത് യഹൂദവൻ നസാറ എന്നുള്ളതാണ്. അവരെ ഔലിയ ആക്കരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ യഹൂദരിലും നസാറാക്കളിലും വലിയുണ്ടോ? അല്ലേ? അതും നമ്മൾ പഠിക്കേണ്ടതുണ്ടല്ലോ. അപ്പോൾ അവിടെ ഉദ്ദേശിച്ചിട്ടുള്ള വലിയ സഹായി എന്നുള്ള നിലക്കാണ്. നമ്മൾ ആരെ സഹായി ആക്കണം, നമ്മൾ ആരെ സഹായി ആക്കരുത് എന്നുള്ളത് അള്ളാഹു വ്യക്തമായി പരിശുദ്ധ ഖുർആൻ സൂറ മാഇദ 5-ാം അധ്യായം സൂറ മാഇദ 54-ലൂടെയും 58-ലൂടെയും പഠിപ്പിക്കുമ്പോൾ അത് ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് അത് ഔലിയാക്കളാക്കുവാനാണ്. മാനസിക രോഗികളായിക്കൊണ്ടുള്ള ശരീഅത്തിൻ്റെ ബാലപാഠങ്ങൾ പോലും അഭ്യസിക്കാത്ത, അല്ലെങ്കിൽ അത് ജീവിതത്തിൽ പകർത്താത്ത, നമസ്കരിക്കാത്ത, നോമ്പനുഷ്ഠിക്കാത്ത ഭാര്യയെ ഒരു കാരണവുമില്ലാതെ ത്വലാക്ക് ചൊല്ലിയ മനുഷ്യരെപ്പോലും, അതുപോലെ അങ്ങാടിയിൽ വേങ്ങര അങ്ങാടിയിൽ പശു ചാണകമിട്ട ആ ചാണകത്തിന് 4 പുറം തവാഫ് ചെയ്യുന്ന ആളുകളെപ്പോലും വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾക്കുള്ള ഒരു തെറ്റിദ്ധാരണയാണ്. അത് പൗരോഹിത്യം അവരിലേക്ക് അടിച്ചേൽപ്പിച്ച പിഴച്ച വിശ്വാസത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ് പറയുവാനുള്ളത്. ഇൻഷാ അല്ലാ അദ്ദേഹവുമായിട്ട് സംസാരിച്ച ആ ഫോൺ സംഭാഷണം നമുക്കൊന്ന് കേൾക്കാം. അതിനിടയിൽ അദ്ദേഹം പറയുന്ന ആയത്ത് ഏതാണ് എന്നും അദ്ദേഹം കാണാത്ത ആയത്ത് ഏതാണ് എന്നും നമുക്ക് വിശദീകരിക്കാവുന്നതാണ്. നമ്മുടെ മണ്ണാർക്കാട് മൻസൂർ ഭായി അല്ലേ? അതെ. എന്താണ് വിശേഷങ്ങൾ? സുഖല്ലേ? അൽഹംദുലില്ലാ. പിന്നെ ഞാന് ഇന്നലെ വിളിച്ചിരുന്നു. അപ്പൊ നിങ്ങള് ഉറങ്ങിക്കാണോ എന്താന്ന് അറിയില്ല, വേറെ തിരക്കിലാണോ, വീഡിയോ ഇടുന്ന തിരക്കിലാണോ എന്ന് അറിയില്ല. ഇപ്പൊ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാനേ ഔസുൽ മാലയില് പാടുന്നുണ്ടല്ലോ, അപ്പൊ അതൊക്കെ കള്ളത്തരാണെന്നാണ് നിങ്ങൾ പറയുന്നത്. ഏത് ഔസുൽ എന്താ ഒരു ഗർഭം ധരിച്ച് നിൽക്കുമ്പോ പെണ്ണെന്നോ ആണെന്ന് പറഞ്ഞിരുന്നു, മാലയിൽ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. എനിക്ക് വെട്ടിയാ കേട്ടത്, ഒന്നും കൂടി പറയോ? ഔസുൽ ആദമിന്റെ ചരിത്രത്തിലേ അവര് ഗർഭം ധരിച്ചിരിക്കുന്ന സമയത്ത് ആണോ എന്താന്നറിയില്ല, അങ്ങനെയാണ് എന്റെ ഓർമ്മ. അവര് ആണാണെന്ന് പറഞ്ഞിരുന്നു വയറ്റിൽ തന്നെ. അപ്പൊ അത് മാലയിലുള്ളതാണ്. ആ മാല ഈ ചരിത്രങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണല്ലോ ഉണ്ടാക്കുക. പക്ഷെ നിങ്ങൾ പറയുന്നത് എന്താ, അത് കള്ളക്കഥകളാണ്. അത് എന്റെ അടിസ്ഥാനത്തിലാണ് മൻസൂർ ഭായി പറയാൻ കാരണം? മാല പറഞ്ഞ എന്താ? മാല പറഞ്ഞത് മഹാന്മാരുടെ ചരിത്രങ്ങളല്ലേ. അത് അവരുടെ കാലത്ത് ജീവിച്ചിരുന്ന ആൾക്കാരോ അല്ലെങ്കിൽ അവരെ പറ്റി അറിയണവരോ എഴുതി ഉണ്ടാക്കണാണല്ലോ, അല്ലേ? അല്ല, ഔസുല്ലാദമിന്റെ പേരിൽ മാല എഴുതിയിരിക്കുന്നത് ബഹിജത്തും കിതാബിലും അതുപോലെ അവർ സന്ന ബൈത്തുന്നും ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഔസുല്ലാദമിന്റെ ചരിത്രം എല്ലാരും അങ്ങനെ തന്നെ, എല്ലാരും അങ്ങനെ തന്നെയാണ്. അവർ സന്ന ബൈത്ത് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അത് അവരുടെ കിതാബുകളാണ്. നമ്മുടെ ടോക്കിംഗ് റെക്കോർഡിംഗ് ആണോ? അതെ. ആയിക്കോട്ടെ.
ഉം. ഞാൻ സംശയം മറുപടി പറഞ്ഞറിയാം. ഇപ്പോ മുഹീദ്ദീൻ ഷെയ്ഖ് റഹിമഹുല്ലാന്റെ കാര്യങ്ങള് അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിലാണ് കാണേണ്ടത്. ആ മുഹീദ്ദീൻ ഷെയ്ഖ് റഹിമഹുല്ലാന്റെ കിതാബുകളിൽ ഒന്നാണ് ഉന്നത്തു സ്വാലിഹീൻ, പിന്നൊന്ന് ഫതുഹുർ റബ്ബാനി. ഇതുപോലെയുള്ള ഗ്രന്ഥങ്ങളിൽ ഒന്നും ഇല്ലാത്ത കാര്യങ്ങളാണ് ബഹിജത്ത് മാലയിൽ ഉണ്ട് എന്നും പറഞ്ഞിട്ട് ഈ മാലകളിൽ എഴുതി വെക്കുന്നത്. അപ്പോ അതില് മാലയിൽ എഴുതി വെക്കുന്നതൊക്കെ സത്യമാണെങ്കിൽ എന്നെ വിളിപ്പോർക്ക് വാകൂടാ ഉത്തീരം ചെയ്യും ഞാൻ എന്നോവർ എന്ന് പറയുന്ന ആ സാധനങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ആ ഉണ്ടോ? അതൊരു കറാമത്തായിട്ട് പറയാൻ പറ്റില്ല. കറാമത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് സാഹിബേ? കറാമത്ത് എന്ന് പറഞ്ഞാൽ ആദരവ് എന്നേ അതിനർത്ഥമുള്ളൂ. അത് മറ്റുള്ളവരെ സഹായിക്കാനുള്ള കാര്യമല്ല. അത് കറാമത്ത് അവരുടെ തർബീയത്തിന്റെ ഭാഗമായിക്കൊണ്ട് അള്ളാഹു ചെയ്തു കൊടുക്കുന്ന ചില കാര്യങ്ങളാണ്. അള്ളാഹു അവരുടെ ഒരു ബഹുമാനം കിട്ടാൻ വേണ്ടിയിട്ട് അള്ളാഹു അത്ഭുത കാര്യങ്ങളാണ്. അതെ, അത് അവർക്ക് തോന്നുന്ന സമയത്ത് അത് ഉണ്ടാവൂല. അവർക്ക് തോന്നുന്ന സമയത്ത് കറാമത്ത് കാണിക്കാൻ കഴിയില്ല. അങ്ങനെയാണോ? അതെ അതെ, അത് ശരി. കഴിയില്ല. അതാണ്, അതാദ്യം മനസ്സിലാക്കുക. കറാമത്തും മോചിതത്വം അവരവർക്ക് തോന്നുമ്പോ കാണിക്കാനുള്ളതല്ല, അള്ളാഹുവിന്റെ അനുമതിയോടെ ചെയ്യുന്നതാണ്. കറാമത്ത് എന്ന് പറഞ്ഞാല് ചോദിച്ചിട്ട് കിട്ടുന്നത് കൂടിയല്ല. മോചിതത്താണ് അള്ളാഹുവോട് തേടിയിട്ട് കിട്ടുന്ന കാര്യങ്ങൾ മോചിതത്താണ്. അത് പ്രവാചകന്മാർക്കുള്ളതാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് അള്ളാഹു നൽകുന്ന ആദരവ് അത് അവരുടെ തർബീയത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്. അവർക്ക് തോന്നുമ്പോൾ ചെയ്യാൻ കഴിയുന്നതല്ല. പിന്നെ എങ്ങനെയാണ് ഇവിടുന്ന് ഒരാള് നിസ്കരിക്കൂല, നോലും പോലിക്കൂല, അള്ളാഹ്ക്ക് വഴിപ്പെടൂല, കള്ളും കുടിച്ച് വ്യഭിചരിച്ച് പലിശയും വാങ്ങി തിന്ന് പലിശ കൊടുത്ത് ജീവിക്കുന്ന ഒരാൾ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ വിളിക്കാണ് മൊയ്തീൻ ഷെയ്ഖെ കാക്കണേന്ന് പറഞ്ഞാല് മൊയ്തീൻ ഷെയ്ഖ് കാക്കുവോ? അപ്പൊ വിളിക്കുന്ന കൂട്ടത്തിൽ അങ്ങനത്തെ ആൾക്കാരുണ്ട്. അങ്ങനത്തെ ആൾക്കാരാണല്ലോ ഇതിന് നടക്കുള്ളൂ. അള്ളാഹുവോട് ബന്ധമുള്ള ആളുകള് വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും എന്ന് അള്ളാഹ് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ അതല്ലേ കേൾക്കുള്ളൂ. ഒരു മിനിറ്റ് കാക്കുവോ? നിങ്ങളെ പേരെന്താ? നാസർ സാഹിബ്, നിങ്ങൾ എവിടുന്ന് വിളിക്കണേ? പൊന്നാനി എന്ന് വിളിക്കുന്ന നാസർ സാഹിബ്, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അള്ളാന്റെ ഹബീബ് നമ്മളോട് പറഞ്ഞിരിക്കണ എന്താ അറിയോ? ചെരുപ്പിന്റെ വാറ് പൊട്ടിയാൽ പോലും അള്ളഹാനോട് പറയാനാ പറഞ്ഞിരിക്കണത്. അല്ലേ? ആണോ? ചെരുപ്പിന്റെ വാറ് പൊട്ടിയാൽ പോലും അള്ളഹാനോടാണ് പറയേണ്ടത് വെച്ചെങ്കിൽ നമ്മളുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ എവിടെയാ പറയേണ്ടത്? മൊയ്തീൻ ഷെയ്ഖിനോടോ? എന്നാൽ കേട്ടോളി, മുഹീദ്ദീൻ ഷെയ്ഖ് റഹിമഹുല്ല വഫാത്തിന്റെ സമയത്ത് മകൻ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, പിതാവെ അങ്ങക്ക് വേദനിക്കുന്നുണ്ടോ? നിങ്ങൾ മൊയ്തീൻ ഷെയ്ഖിന്റെ ഗ്രന്ഥങ്ങള് കായ് കൊടുത്ത് വാങ്ങണം, പൈസ കൊടുത്ത് വാങ്ങണം, എന്നിട്ട് അറബി അറിയണോലെ കൊണ്ട് വായിപ്പിക്കണം. അതിന്റെ അവസാന ഭാഗത്തില് എഴുതി വെച്ചിട്ടുണ്ട്, മൊയ്തീൻ ഷെയ്ഖ് പറയാണ്, എന്റെ ശരീരത്തിനാകമാനം വേദനയാണ്, എന്റെ ഹൃദയത്തിൽ വേദനയില്ല, കാരണം എന്റെ ഹൃദയം അള്ളാഹുവിങ്കലാണ്. എന്നിട്ട് മകന് പറയട്ടെ, എന്നിട്ട് മകന് വസിയത്ത് കൊടുക്കുകയാണ്. എന്താ കൊടുക്കണെന്ന് അറിയോ? നീ നിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളില് അല്ലാത്തവരെ വിളിച്ചു തേടരുത് എന്നാണ് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. മരണാസന്നനായി കിടക്കുമ്പോൾ ആ മൊയ്തീൻ ഷെയ്ഖിന്റെ പേരിലാണ് കള്ളക്കഥ എഴുതി വെച്ചിരിക്കുന്നത്. മൊയ്തീൻ ഷെയ്ഖിനെ വിളിച്ചോളാൻ പറഞ്ഞിരിക്കണമെന്ന്. എവിടെയാണ് മൊയ്തീൻ ഷെയ്ഖ് അത് എഴുതി വെച്ചിട്ടുള്ളത്? അതെ, അതാണ് പറഞ്ഞത്. നമുക്ക് മരണം വരെയും പഠിക്കാനുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 23 വർഷം കൊണ്ട് നമുക്ക് ചെയ്തു വെച്ച് തന്നിട്ടുണ്ട്. ഇത് വിളിക്കല് നല്ല കാര്യമാണെന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ. പഠിക്കാത്തോലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങൾ പഠിച്ച് ചിന്തിക്കും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ചെരുപ്പിന്റെ വാറ് പൊട്ടിയാലും കൂടി നിങ്ങൾ അള്ളഹാനോട് പറയുന്നതാണ് അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചിരിക്കുന്നത്. അത് അറിഞ്ഞിട്ടും അറിയാത്ത ഭാവം നടിക്കുന്ന ആളുകൾ എന്താ പറയണത്? നിങ്ങൾ വിളിച്ചോളീ മൊയ്തീൻ ഷെയ്ഖിനെ എന്നാണ് പറയണത്. ആളുകളെ പറ്റിക്കാനും പേപ്പിക്കാനും വേണ്ടിയിട്ട് ഈ കോലത്തിൽ എഴുതി വെച്ചിട്ടുള്ളത്. എന്തിനാണെന്നുള്ളത് നിങ്ങൾ മൊയ്തീൻ ഷെയ്ഖിന്റെ ഗ്രന്ഥങ്ങൾ വായിച്ചു നോക്കിയും അവിടുന്ന് കിട്ടും. മൻസൂർ ഭായി ഗ്രന്ഥങ്ങളൊക്കെ വായിച്ച ആളാണോ? ഞാനിത് വായിച്ചത് കൊണ്ടാണല്ലോ ഇത് പറയുന്നത്. അത് ശരി. പക്ഷെ യൂട്യൂബിൽ വന്ന് പറയുന്ന സമയത്ത് ഗ്രന്ഥങ്ങളുടെ രേഖകളൊന്നും പറയണില്ല, സ്വന്തം പറയണ മാതിരിയാണ് പറയണത്. അതാണ് ഞാൻ പരിശുദ്ധ ഖുർആനാണ് അടിസ്ഥാനാക്കി പറയുന്നത്. വഖാല റബ്ബുക്കും ഉദൂനി അസ്തജിബ് ലക്കും. വഖാല റബ്ബുക്കും അല്ലാഹ് പറഞ്ഞു ഉദൂനി, നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ചോളി അസ്തജിബ് ലക്കും. നിക്ക് ഇത് പരിശുദ്ധ ഖുർആൻ. അത് നിങ്ങൾ തള്ളുണ്ടോ? തള്ളാൻ പറ്റില്ലെങ്കിൽ അത് സ്വീകരിക്കുന്നുണ്ടോ?
സ്വീകരിക്കാൻ പിന്നെ എന്തിനാ നിങ്ങൾ ഞങ്ങൾ മറ്റുള്ളവരെ ഇവിടെ വിളിച്ച് പ്രാർത്ഥിക്കണേ? അല്ല സ്വീകരിക്കുന്നുണ്ടെങ്കിൽ എന്തിനാണ് അള്ള നിങ്ങളെ അടുത്ത് പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചോളി ഞാൻ ഉത്തരം തരാന്ന് അല്ല അള്ള ഈ പറഞ്ഞു വേറൊരു ആയത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇൻതദഊഹും ലാ യസ്മഉ ദുആഅക്കും വലൗ സമീഉ മസ്തജാബു ലക്കും അല്ല വയൗമൽ ഖിയാമത്തി അല്ല വേറൊരു ആയത്തും കൂടി അന്യതാണ്. ഖുർആനിൽ പറയണം, റസൂലഹു അല്ലദീന ആമനു എന്താണത് ആയത്തിന്റെ അർത്ഥം എന്താ? അങ്ങനെ പറഞ്ഞോളൂ. നിങ്ങൾ നിങ്ങൾ പറഞ്ഞോളി, ആയത്തുകളല്ലേ പറഞ്ഞു, അതിന്റെ അർത്ഥം നിങ്ങൾ പറയണം. അല്ല ഞാൻ പറയുന്ന ആയത്തിന് പറയാൻ അറിയില്ല, പഠിക്ക് സാഹിബേ. ഞാൻ പറയുന്ന ആയത്തുകൾക്ക് ഞാൻ അർത്ഥം പറയുന്നുണ്ട്. നിങ്ങൾ പറയുന്ന ആയത്തിന് ആരെയാണ് ഔലിയ ആക്കണ്ടേ അല്ലെങ്കിൽ വലിയ ആക്കണ്ടേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞ വലിയ അല്ലത്. നിങ്ങൾ അതിന്റെ തായ്മേലുള്ള ആയത്തുകൾ വായിക്കും. അത് നിങ്ങൾ ആ ആയത്ത് മാത്രം മൂല്യമാരാതേ പറഞ്ഞുള്ളൂ. നിങ്ങൾ ഇന്ന് പോയിട്ട് സൂറത്ത് നിൽക്കേ ഇപ്പൊ ഈ പറഞ്ഞ ആയത്തുണ്ടല്ലോ, ഈ ആയത്തിന്റെ താഴെയും മോളിലും. അപ്പൊ നിങ്ങൾ ഈ ആയത്ത് നിങ്ങൾ ഏതായാലും കണ്ടിട്ടുണ്ട്. ഈ താഴെയും മോളിലുള്ള ആയത്ത് നോക്കി അപ്പൊ നിങ്ങൾക്ക് അതിന്റെ സത്യം മനസ്സിലാവും. നിങ്ങൾ ആരെ സഹായി ആക്കണം എന്ന് പറഞ്ഞപ്പോ തന്നെ അവിടെ നിങ്ങൾ ആരെ സഹായി ആക്കരുത് എന്ന് വിശദീകരിക്കുന്നുണ്ടേ. അതാരൊക്കെയാണെന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്? അല്ല, ആദ്യമ തന്നെ പിടിക്കണ്ട. ആ ആയത്ത് ഇപ്പൊ നിങ്ങൾക്കും എനിക്കും അറിയാം. നിങ്ങൾക്ക് അറിയാത്തൊരായത്താണ്. അതിന്റെ താഴെ മുകളിലുള്ള ആയത്തുകൾ പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രശ്നം തീരും. പറഞ്ഞിട്ട് അർത്ഥം പറഞ്ഞു തരാൻ പറ്റുമോ? ഞാൻ അർത്ഥം പറഞ്ഞുതരാലോ. ഞാൻ പിന്നെ മോനെയും കൊണ്ട് ഹോസ്പിറ്റലിലാണുള്ളത്. പിന്നെ അവന് ട്രിപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങള് അല്പം കഴിഞ്ഞ് വിളിച്ചോളി. ഞാൻ വീഡിയോയിൽ വരുന്നതാണല്ലോ, അപ്പൊ ഇതും കൂടി ചേർത്തിട്ട് പറഞ്ഞാൽ മതി. ഏതാ ചേർത്താ നമുക്കും കൂടി ഉപകാരപ്പെടുമല്ലോ. നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു വിഷയം പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയിട്ട് ഈ വോയിസ് റെക്കോർഡ് കേൾപ്പിച്ചിട്ട് പിന്നീട് നിങ്ങൾ പറഞ്ഞ ആയത്തും വിശദീകരിക്കുക. അതിന്റെ താഴെയുള്ളതും മുകളിലതും ഒക്കെ വിശദീകരിച്ച കാര്യങ്ങൾ ക്ലിയർ ആവും. എന്തായാലും കാക്കു മനസ്സിലാക്കിക്കോളീം. മകന്റെ അസുഖം അത് ചെറിയ പനിയാണേ. മാറട്ടെ, അൽഹംദുലില്ലാ, ആമീൻ. പിന്നെ നിങ്ങൾ പറഞ്ഞ ആയത്തില് ആരെയാണ് നമ്മൾ സഹായിയാക്കേണ്ടതെന്ന് പറഞ്ഞപ്പോ തന്നെ അതിനോടനുബന്ധമായിട്ടുള്ള ആയത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇന്ന ആളുകളെ നിങ്ങൾ സഹായിയാക്കരുത് എന്നും. ആ സഹായി എന്നുള്ളത് അതാണ് വലിയ എന്നുള്ള. അവിടെ വലിയ എന്ന് പറയുമ്പോൾ തന്നെ ഔലിയബാപ്പയാക്കിയിട്ട് നിങ്ങൾ എടുക്കണ്ട. ഒരു ശരീരത്തിൽ ഒരു ബാലപാഠങ്ങളും അഭ്യസിക്കാതെ നമസ്കരിക്കാതെ നോമ്പെടുക്കാതെ നടന്നിരുന്ന ഒരു മനുഷ്യൻ എന്ന് വിളിച്ചു തേടുന്ന ആളുകളുണ്ട് ഈ കേരളത്തിന്റെ മണ്ണില്, ഇല്ലേ? സി എം മടവൂര് നിസ്കരിച്ചിരുന്നോ? സി എം മടവൂര് നോമ്പ് പറ്റിയിരുന്നോ? അല്ല, ബാക്കവിയായി വന്നിട്ട് പിന്നെ നിസ്കരിക്കാണ്ടി നോമ്പ് വിൽക്കാണ്ടി നടന്നിരുന്നത് ഒരു കാരണം കൂടാണ്ട് ഭാര്യ തൊഴിലാക്കും ചൊല്ലി വിട്ട ആളാണ്. അത് ജദ്ബിന്റെ ഹാല് എന്ന് പറഞ്ഞിട്ട് ഹാലൊന്നുമില്ല. ജദ്ബിന്റെ ഹാല് എന്ന് പറഞ്ഞിട്ട് ഹാലൊന്നുമില്ല. മാനസിക രോഗം എന്ന് പറഞ്ഞിട്ട് ഹാലുണ്ട്, ഒരിക്കലും നിസ്കരിക്കണ്ട. ചിലപ്പോ അങ്ങനെ മാനസിക രോഗമാണെന്നുണ്ട് പിന്നെ അയാൾ ഔലിയല്ല. പ്രശ്നം തീർന്നു. മാനസിക രോഗിയാണ് വെച്ചാൽ ഔലിയല്ല. മാനസിക രോഗി എങ്ങനെ ഔലിയാകുന്നത്? അള്ളാന്റെ ഔലിയാക്കൾക്ക് മാനസിക രോഗം ഉണ്ടാവില്ല. അല്ല, പിന്നെ ഇങ്ങനെ പറഞ്ഞേക്കാം, എന്താണ് അള്ളാഹുവിനോട് അടുത്ത് കഴിഞ്ഞാൽ എന്ത് ചോദിച്ചാലും ഏറ്റവും കൂടുതൽ അള്ളാഹിനോട് അടുത്തുള്ള ആളാണ്. ആയിക്കോട്ടെ ഏറ്റവും കൂടുതൽ അള്ളാഹിനോട് അടുത്ത ആളാരാണ്? അള്ളാന്റെ റസൂല്. പിന്നെ അള്ളാന്റെ റസൂല് മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. അള്ളാന്റെ റസൂല് കഴിഞ്ഞാൽ പിന്നെ പ്രവാചകന്മാരുടെ ആയിക്കോട്ടെ, ശരി. അള്ളാന്റെ റസൂല് കഴിഞ്ഞാൽ പിന്നെ അഷ്റഫുൽ മുബശ്ശിരീൻ എന്ന് പറഞ്ഞ ആൾക്കാര്. അഷ്റഫുൽ മുബശ്ശിരീൻ. അതിന് മുമ്പ് നമുക്ക് പറയാന് ഉലഫാഉൽ അർബഅ ഉണ്ട്. ആയിക്കോട്ടെ, ഇവരെക്കാളും മുമ്പ് പറയാൻ വേറെ കുറച്ച് ആളുകളുണ്ട്. ഉലുൽ അസ്മുകളുണ്ട്. ഓർക്കൊന്നും മാനസിക രോഗം ഉണ്ടായിരുന്നില്ല. അഷ്റഫുൽ മുബശ്ശിരീൻ പറയുന്നതിന്റെ മുമ്പേ ഉലഫാഉൽ അർബഅ, ഉലഫാഉർ റാഷിദീങ്ങൾക്ക് മാനസിക രോഗം ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് അഷ്റഫുൽ മുബശ്ശിരീനിൽ വരുന്ന ബാക്കി 10 ആൾക്കും ഉണ്ടായിരുന്നില്ല. മാനസികമുള്ള ആളുകളും ലക്ഷത്തിൽ പരം വരുന്നതിലുണ്ടായിട്ടുണ്ട്. എന്നാൽ 313 അല്ലെങ്കിൽ 300 ശിലാനം ബദരീങ്ങളിൽ ആരും ഉണ്ടായിട്ടില്ല. ഈ ലക്ഷത്തിൽ പരം വരുന്ന പ്രവാചകനിൽ മാനസികം ഉണ്ടായിട്ടുള്ള ആരാ? നമ്മൾ കേട്ടില്ല. അല്ല, ലക്ഷത്തിൽ പരം വരുന്ന സ്വഹാബാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാം ലക്ഷത്തിൽ പരം നിങ്ങൾ പ്രവാചകന്മാരെ ഉദ്ദേശിച്ച് പൂർണ്ണരായിട്ടുള്ള ആളുകളെയാണ് അള്ളാഹു പ്രവാചക. ഇനി മദ്ഹബിന്റെ ഇമാമിയങ്ങൾക്കും ഉണ്ടായിട്ടില്ല. പിന്നെ എങ്ങനെ ഇവിടെ ഒരു അയമോൻ ഉണ്ടായത്? നിങ്ങൾ എന്തായി ചിന്തിക്കാത്ത? അള്ളാഹിനോട് ഏറ്റവും അടുപ്പുള്ള അള്ളാഹുവിൽ നിന്ന് വഹി ലഭിച്ചിരുന്ന ആളുകൾക്കില്ല. പറയും ഭായി, നിങ്ങള് ആശുപത്രിയിലല്ലേ, നമുക്ക് വിശദമായി സംസാരിക്കാം. അത് കുഴപ്പമില്ല. ഓനിക്ക് ട്രിപ്പ് ഇട്ടിട്ട് അവിടെ ഉണ്ട്, അതൊന്നും കുഴപ്പമില്ല. നമ്മള് തവക്കൽ ഇതൊക്കെയല്ലേ, ആ ട്രിപ്പ് കഴിഞ്ഞ് ഞങ്ങൾ പോവും. അതൊന്നും കുഴപ്പമില്ല.
ഞങ്ങൾക്ക് കിതാബ് എടുത്തിട്ട് പറയാനുള്ള അല്ലെങ്കിൽ ഖുറാൻ എടുത്തിട്ട് പറയാനുള്ള ഒരു സാഹചര്യം എന്നാണ് പറഞ്ഞത്. എന്തായാലും ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഓക്കെ, അസ്സലാമു അലൈക്കും. ഇവിടെ അദ്ദേഹം പറഞ്ഞത് സൂറത്ത് മാഇദയിലെ 58-ാമത്തെ ആയത്തിനെ കുറിച്ചാണ്. അവിടെ ആരെ സഹായിയാക്കണം എന്ന് അള്ളാഹു പഠിപ്പിച്ചു. തീർച്ചയായിട്ടും അവരെ തന്നെയാണ് നമ്മൾ സഹായിയാക്കേണ്ടത്. എന്നാൽ അതിന് തൊട്ട് മുകളിലായിക്കൊണ്ട് 54-ാമത്തെ ആയത്തായിക്കൊണ്ട് അള്ളാഹു പഠിപ്പിക്കുന്ന ആയത്താണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അതിലാരെ സഹായി ആക്കരുത് എന്നാണ് അള്ളാഹു പറയുന്നത്. യഹൂദവൻ നസാറ എന്നുള്ളത് വ്യക്തമായിട്ട് അവിടെ നിങ്ങൾക്ക് അറബിയിലും അതിൻ്റെ അർത്ഥം മലയാളത്തിലും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ അദ്ദേഹം ഉദ്ധരിച്ച ആ ആയത്ത് നോക്കാം. സൂറ മാഇദയിൽ 58-ാമത്തെ ആയത്തിൽ ആരെ ഔലിയ ആക്കണം എന്നുള്ളതാണ്. ആ ഔലിയ ആരെ ആക്കണം എന്ന് പറഞ്ഞപ്പോൾ അതിൽ ഔലിയ കാക്കമാരുണ്ടാവും, ഔലിയ പാപ്പമാരുണ്ടാവും, ഔലിയ വല്യപ്പമാരുണ്ടാവും എന്നാണോ അതിനർത്ഥമാക്കേണ്ടത്? അങ്ങനെയെങ്കിൽ ഒരിക്കൽ കൂടി നമുക്ക് സൂറ മാഇദയിൽ 54-ാമത്തെ ആയത്ത് നോക്കാം. ജൂത നസാറാക്കൾ ഔലിയ ആക്കരുത് എന്നാണ്. അതായത് ജൂത നസാറാക്കളിൽ ഔലിയ കാക്കമാരുണ്ടാവില്ല, ഔലിയ പാപ്പമാരുണ്ടാവില്ല, ഔലിയ ഉമ്മച്ചിമാരുണ്ടാവില്ല എന്നാണ് അള്ളാഹ് പറഞ്ഞത്. അല്ല, അവരെ നിങ്ങൾ സഹായി ആക്കരുത് എന്നുള്ളതാണ്. അത് ആ ഒരർത്ഥത്തിൽ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യേണ്ട ആളുകൾ അത് കാണിക്കാതെ, അത് പഠിക്കാതെ, അതിനെക്കുറിച്ച് നിരൂപണം നടത്താതെ പിന്നീട് പറയുന്നത് എന്താണ്? നിങ്ങൾ ഔലിയ ആരെ ആക്കണം എന്ന് അല്ല പറഞ്ഞുകൊണു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് കാണിച്ചു തരുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, അവിടെ ഈ പറഞ്ഞ ആയത്തിൽ തന്നെ നിശ്ചയമായി നിങ്ങളുടെ ബന്ധുമിത്രം അള്ളാഹുവും അവൻ്റെ റസൂലും വിശ്വസിച്ചവരും മാത്രമാകുന്നു എന്നുള്ളതാണ്. ആ സഹോദരൻ അവിടെ ഓതിയ ആയത്തിൻ്റെ അർത്ഥം തുടങ്ങുന്നത് നിശ്ചയമായും നിങ്ങളുടെ ബന്ധുമിത്രം അള്ളാഹുവും അവൻ്റെ റസൂലും വിശ്വസിച്ചവരും മാത്രമാകുന്നു. അത് ആ അർത്ഥത്തിൽ മനസ്സിലാക്കി തീരുന്ന പ്രശ്നമുള്ളൂ. അതെ, നമസ്കാരം നിലനിർത്തുകയും, പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്യണേ, സകാത്ത് കൊടുക്കുകയും ചെയ്യുന്നവർ, വേങ്ങര കോയക്കാക്കയും അതുപോലെ തന്നെ മടവൂർ ഔലിയ കാക്കയും ചെയ്യാത്ത രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നിസ്കരിക്കൂല, സക്കാത്ത് കൊടുക്കൂല. മാനസിക രോഗത്തിൻ്റെ വിഭ്രാന്തിയിലൂടെ നടന്നിരുന്ന ആളുകൾ നിസ്കരിച്ചിട്ടില്ല. അത് നമ്മൾ അവരുടെ ഹിസാബ് അള്ളാഹുവിന് വിടാം. എന്നാൽ അവരെ വിളിച്ച് തേടുന്ന ഇവരുടെ ഹിസാബ് നമ്മൾ ആർക്കാണ് വിടേണ്ടത്? അള്ളാഹുവിന് തന്നെയാണ്. പക്ഷേ അത് നമ്മൾ പറയേണ്ടതുണ്ട്, മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അവരാകട്ടെ ഭയഭക്തി അർപ്പിച്ച് കുമ്പിടുന്നവരുമായിരിക്കും, മറ്റാരും നിങ്ങൾക്ക് മിത്രങ്ങളല്ല. നിസ്കരിക്കാത്ത, നോമ്പൊലിക്കാത്ത ആളുകൾ. ഇനി വേറൊന്നുകൂടി, ഇത് മിത്രങ്ങളെക്കുറിച്ച്, സഹായികളെക്കുറിച്ചാണ് പറയുന്നത്. സഹായി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മിത്രങ്ങളെന്ന് പറഞ്ഞാൽ മരണപ്പെട്ട് കഴിഞ്ഞ് കബറടക്കം കഴിഞ്ഞ ആളോടും ഇങ്ങനെ ചോദിച്ചോളാൻ ഈ ആയത്ത് തെളിവല്ല. ഈ ആയത്ത് നമ്മളെക്കാൾ മുമ്പ് കണ്ടതാരാണ്? സ്വഹാബാക്കളാണ്, താബഈങ്ങളാണ്. ഇവരാരും ഇതുപോലെ സഹായം തേടിയിട്ടില്ല. അവർ മിത്രങ്ങളാക്കിയതും സഹായികളാക്കിയതും ആരെയാണ് ആക്കാൻ പാടില്ലാത്തത്? ഇതാ നോക്കൂ, പച്ച മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, അറബിയിലും ഉണ്ട് ആ ആയത്ത്. നിങ്ങൾക്ക് മനസ്സിലാക്കാം ആരെ നിങ്ങൾ മിത്രങ്ങളാക്കരുത്, ആരെ നിങ്ങൾ മിത്രങ്ങളാക്കണമെന്ന് അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പഠിപ്പിച്ചപ്പോൾ അത് വ്യാഖ്യാനിച്ചുകൊണ്ട് അത് തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വളച്ചൊടിച്ച കൗമാണിത്. ഇൻഷാ അല്ലാ എൻ്റെ മോനെ കൊണ്ട് ആശുപത്രിയിൽ നിൽക്കുന്ന സമയത്താണ് ആ സഹോദരൻ വിളിച്ചത്. അതുകൂടി ഇതിൽ പരാമർശിച്ചുകൊണ്ടാണ് ആ സംസാരം നീണ്ടുപോകുന്നത്. പ്രിയമുള്ളവരെ, ഇതാണ് യാഥാർത്ഥ്യം. ഇത് വഴിതെറ്റിക്കുകയാണ്, ഇബ്ലീസിൻ്റെ പണിയെടുക്കുകയാണ്. ഈ സഹോദരനെ ആ രൂപത്തിൽ വഴിതെറ്റിച്ചുകൊണ്ട് ഇബ്ലീസിൻ്റെ പണിയെടുത്ത ആ സഹോദരൻ്റെ മനസ്സിലേക്കും ദുർബോധനം നൽകിയ ശൈത്താൻ്റെ ഇബ്ലീസിൻ്റെയൊക്കെ പണി ദുർബോധനം നൽകുക എന്നുള്ളതാണ്. മനുഷ്യനെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കാൻ, നേരിട്ട് ചെയ്യിപ്പിക്കാൻ അവരെ കൊണ്ട് കഴിയില്ല. മനുഷ്യരുടെ മേൽ, വിശ്വാസി സമൂഹത്തിൻ്റെ മേൽ ശൈത്താന്, ഇബ്ലീസിൻ്റെ മക്കൾ പരമ്പരയ്ക്ക്, കബീലയ്ക്ക് ഒരു സുൽത്താനിയത്തും ഇല്ല എന്നുള്ളത് അള്ളാഹു പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യമാണ്. അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ അറിയിച്ചിട്ടുള്ള കാര്യമാണ്. ഈ സാധുജനങ്ങളെയൊക്കെ ഈ ഇബ്ലീസുകൾ ഇവരുടെ ദുർബോധനം അവരുടെ ഹൃദയങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് ഇതുപോലെയുള്ള നാടകങ്ങൾ നടത്തുന്നു. അത് അല്ലാത്തവരെ വിളിച്ചു തേടുവാൻ വേണ്ടിയാണ് എന്നുള്ള ആ ഒരു നഗ്ന സത്യം തിരിച്ചറിയുക, മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.